blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസം ഈ എപ്പിസോഡിലൂടെ ദൈവത്തിൽ നിന്നുള്ള വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. വിശ്വസിക്കുക. നമുക്ക് ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസർക്കായി എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് തോമസ് ടി ജോൺപൂരിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദ സൗത്ത് ഇന്ത്യൻ സ്കൂൾ കർത്താവെ ഏറ്റവും നന്നായി പ്രവർത്തിക്കേണ്ടതിന് അതിൻ്റെ ഗവൺമെൻറ് ലൈസൻസ് ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. 100% അഡ്മിഷനിൽ വർധനവുണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, നല്ല കഴിവുള്ള സ്റ്റാഫ് ഉണ്ടാകട്ടെ, സ്വന്തമായ പ്രോപ്പർട്ടി സ്കൂളിന് ഉണ്ടാകട്ടെ. ഈ സ്കൂളിനെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കുന്നു. ഒരു ബ്ലെസ്സഡ് ഇൻസ്റ്റിറ്റ്യൂഷനായി ഇത് മാറട്ടെ. ഇന്ത്യയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഈ സ്കൂൾ മാറട്ടെ. ദൈവം അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു മിസ്റ്റർ തോമസ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് നിങ്ങളെയും സ്കൂളിനെയും ഏറ്റവും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിൽ യേശു പ്രവർത്തിച്ച ഒരു അത്ഭുതം, ഒരു വലിയ വിടുതൽ കാണുമ്പോൾ അത് വിളിച്ചറിയിക്കുന്നത് ഏതൊരാൾക്കും യേശുവിനെ വിളിച്ച് രക്ഷ പ്രാപിക്കാം, സൗഖ്യമാകാം, വിടുതൽ സ്വീകരിക്കാം എന്നാണ്. ഇത് കണ്ട ശേഷം ഇന്നത്തെ സന്ദേശത്തിന് ശേഷം ഞാൻ തിരികെ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഹോദരിയുടെ പേര് വിമല എന്നാണ്. ഈ ആൻറ്റി പറയുന്നത് എങ്ങനെയാണ്, 13 വർഷമായി തനിക്ക് അൾസർ ഉണ്ടായിരുന്നു. ഓക്കെ, 13 വർഷമായി. അതോടൊപ്പം തന്നെ നട്ടെല്ലിന് ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. മൈ ഗോഡ്, 2 തരത്തിലുള്ള രോഗം തനിക്കുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, അതുകൊണ്ട് എന്തെല്ലാം ആണ് പ്രശ്നങ്ങൾ ഉണ്ടായത്? ആൻറ്റി ഇങ്ങനെയാണ് പറഞ്ഞത്, വീട്ടുജോലികൾ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, ബസ്സിൽ കയറാൻ പറ്റിയില്ല, ഒരു വസ്തുവും കുനിഞ്ഞെടുക്കാൻ പറ്റുകയില്ല. ഇതൊക്കെ പോട്ടെ, ഭക്ഷണം പോലും അൾസർ ഉള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. എത്ര ദുരിതപൂർണമാണ് 13 വർഷം അതുപോലെ ജീവിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർച്ച് മാസത്തിൽ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ആൻറ്റി ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇപ്പോൾ അൾസറുള്ള ഒരു സഹോദരി ഇപ്പോൾ സൗഖ്യമാകുന്നു എന്ന് പ്രാർത്ഥിച്ചു. ആ സമയം ഈ ആൻറ്റി അത് ഏറ്റെടുത്ത് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ ആൻറ്റി പറയുക, അന്നു മുതൽ തനിക്ക് ആ അൾസർ രോഗം മാറിപ്പോയി, നടുവിൻ്റെ പ്രോബ്ലം മാറിപ്പോയി ഒരേ ദിവസം തന്നെ. ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണ് മനസ്സിലായത്? ആൻറ്റി പറഞ്ഞത് എങ്ങനെയാ, അന്ന് മുതൽ ഞാൻ എല്ലാ ഭക്ഷണവും കഴിച്ചു, ഒരു കുഴപ്പവുമില്ല, എല്ലാ ഭക്ഷണവും കഴിക്കാം, അതെ, വീട്ടിലെ എല്ലാ പണികളും എടുത്തു, അപ്പോഴും നടുവിന് ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ഞാൻ ആൻറ്റി പറഞ്ഞത് എങ്ങനെയാ, കുറച്ച് കടുകട്ടി പരീക്ഷണം വരെ നടത്തി. കടുകട്ടി പരീക്ഷണം? വീട്ടിലെ വീടിന് പണിക്ക് ആവശ്യമുള്ള മണൽ അരിക്കുകയും മണൽ ചുമക്കുകയും മെറ്റിൽ ചുമക്കുകയും എല്ലാം ചെയ്തു. വീട് പണിക്ക് വേണ്ടിയുള്ള എല്ലാ പണികളും ഈ ആൻറ്റി ചെയ്തു. നട്ടലിന് പ്രയാസമുണ്ടായിരുന്ന ഒരു വ്യക്തി അതെ ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? കിടപ്പിലായോ? ഇല്ല. ആൻറ്റി പറയുന്നത് എങ്ങനെയാ, പൂർണ്ണമായും തനിക്കിപ്പോൾ ആ ഒരു നട്ടലിന് ആ പ്രോബ്ലം ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല. മാർച്ച് മുതൽ ഇങ്ങോട്ട് സൗഖ്യമുണ്ടായി. എല്ലാവരും പറഞ്ഞേ, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഇപ്പം നമ്മൾ എവിടെയാ? നവംബർ. 9ാമത്തെ മാസമാണ്. 13 വർഷത്തിന് ശേഷം നട്ടലിന് പ്രയാസമില്ലാതെ, അൾസർ ഇല്ലാതെ, എല്ലാ ഭക്ഷണവും കഴിക്കാം. വീടിൻ്റെ പണി നടക്കുമ്പോൾ കല്ല് വരെ ചുമന്നു, മെറ്റൽ വരെ ചുമന്നു. സിസ്റ്റർ, ഈ പറഞ്ഞതെല്ലാം ശരിയാണോ? എല്ലാം ശരിയാണ്. ഈ സാക്ഷ്യം പറഞ്ഞ ബ്രദർ
വല്ല കാശ് വല്ലതും തന്നോ? ഇത് പറയിപ്പിക്കും. ഒന്നും തന്നില്ല. ഇവിടെയുള്ള ഏതെങ്കിലും ആരെങ്കിലും വല്ല കാശ് തന്നോ? ആരും തന്നിട്ടില്ല. ബ്ലെസ്സിംഗ് ടുഡേ എന്ന് വല്ല എമൗണ്ട് തന്നോ? ഒന്നും തന്നിട്ടില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ചിലർക്ക് അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്, ഇവരുടെ ഒരു പ്രചാരണത്തിന് വേണ്ടി കാശൊക്കെ കൊടുത്ത് ഇങ്ങനെ പറയിപ്പിക്കുകയാണ്. സത്യം ഞാൻ പറയാം, പലരും വന്ന് സാക്ഷ്യം പറയുമ്പോൾ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എൻ്റെ അറിവോടുകൂടിയല്ല പലതും നടക്കുന്നത്. നമ്മൾ സ്റ്റുഡിയോയിൽ കർത്താവ് തരുന്നത് വിളിച്ച് പറയുന്നു, പക്ഷെ അതിനുശേഷം വീട്ടിലിരുന്ന് കാണുന്ന വീട്ടമ്മമാരും വീട്ടപ്പന്മാരും എല്ലാം സൗഖ്യമാകുന്നത് എങ്ങനെയാണ്? യേശു അവിടെ പ്രവർത്തിക്കുമ്പോഴാണ്, അല്ലാതെ ഒരു പ്രോഗ്രാം റെക്കോർഡ് ചെയ്തത് കൊണ്ട് സൗഖ്യം നടക്കുമോ? ദിസ് ഇസ് ഫുള്ളി ജീസസ്. യേശുവാണ് വിടുതലുകൾ നൽകുന്നത്. അതുകൊണ്ട് കാര്യം ഉറപ്പുണ്ട്. ഞാനായിരുന്നെങ്കിൽ ആവശ്യത്തിനൊക്കെ നോക്കി ആ സഹോദരൻ കൊള്ളാം, കൊടുത്തേക്കാം, ആ സഹോദരി കൊള്ളൂല, കൊടുക്കണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കുക. പക്ഷേ യേശു അങ്ങനെയല്ല. മുഖപക്ഷമില്ലാത്തവനാണ് യേശു. നിന്റെ വിദ്യാഭ്യാസമോ പണമോ ഭക്തിയോ നോക്കിയിട്ടല്ല, അവൻ്റെ കൃപയ്ക്കൊത്തവണ്ണം, അവൻ്റെ കരുണയ്ക്കൊത്തവണ്ണം യേശു അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും നൽകുന്നവനാണ്. വിശ്വസിക്കുന്നവർ 2 കൈകളും ഉയർത്തി ആ 2 കൈകളും അടിച്ച് യേശുവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ സഹോദരിയെ അനുഗ്രഹിക്കുന്നു. കാരണം ലജ്ജ കൂടാതെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തിയത് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അതോടൊപ്പം ഈ സാക്ഷ്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും അത്ഭുതങ്ങൾ 1, 2, 3, 100, 200, 500 ആയിരങ്ങളായി അത്ഭുതങ്ങളും സൗഖ്യങ്ങളും ഇപ്പോൾ നിരവധി രാജ്യങ്ങളിൽ ലോകമെമ്പാടും ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ പുത്രനായ യേശു തൻ്റെ രക്തത്താൽ നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ നമ്മുടെ പാപങ്ങൾ മുഴുവൻ നീക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം, നീതീകരിക്കുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തൻ ആകുന്നു. ഞാൻ ഇതുവരെ പറഞ്ഞത് കാച്ചിക്കുറുക്കി ഒരു ഗുളിക രൂപത്തിൽ പറഞ്ഞാൽ, മനുഷ്യ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പലപ്പോഴും വിടുതൽ കിട്ടാതിരിക്കുന്നത് ഏറ്റുപറയാതെ കിടക്കുന്ന പാപങ്ങളാണ്. ദൈവത്തോട് അത് തുറന്ന് സമ്മതിച്ച് ഉപേക്ഷിച്ച് കളയാത്ത പാപങ്ങളാണ് പലപ്പോഴും നമ്മളെ പല ജീവിതത്തിലും കുരുക്കി കളയുന്നത്. എന്നാൽ യേശുവിൻ്റെ പ്രത്യേകത, യേശു നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്നും വിടുവിക്കുന്ന രക്ഷകനാണ്. ഇവിടെയുള്ള കുഞ്ഞുങ്ങളടക്കം എല്ലാവരുടെയും പാപങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം എടുത്തു മാറ്റി ശുദ്ധീകരിച്ച് വിശുദ്ധിയുള്ളവരാക്കുവാൻ യേശുവിന് സാധിക്കും. ഞാൻ പറഞ്ഞത് എത്ര പേർ ശ്രദ്ധിച്ചു? ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ പാപങ്ങളുടെ എണ്ണം എടുത്താൽ എണ്ണാൻ കഴിയാത്ത അത്രയും കോടികളുണ്ടാവും. കാരണം അത്രയും പാപങ്ങൾ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് തൻ്റെ ഒരു തുള്ളി രക്തത്താൽ സകലരെയും ശുദ്ധീകരിച്ച് പാപത്തിൻ്റെ ഭാരം പോക്കി ആ പ്രകൃതത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ ദൈവ കുഞ്ഞാടായ യേശുവിന് സാധിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നിങ്ങൾക്ക് ഇന്ന് ദൈവത്തോട് പറയാമോ, കർത്താവേ, ഇന്ന് വരെ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ ഞാൻ അങ്ങയോട് സമ്മതിച്ച് ഏറ്റുപറയുന്നു. ഇനി ആ പാപങ്ങൾ തുടരാൻ എനിക്ക് താല്പര്യമില്ല. പാപജീവിതം എനിക്ക് വേണ്ട. മദ്യപിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് തീരുമാനിക്കണം, എനിക്കിനി ആ മദ്യം വേണ്ട. വെറ്റില മുറുക്കുകയും വായ് മുഴുവൻ വല്ലാതെ വൃത്തികേടാക്കുകയും ചെയ്യുന്നവർ അത് പല രോഗങ്ങളിലേക്ക് വഴിതെളിക്കുമെന്ന് മെഡിക്കൽ സയൻസ് പോലും പറയുമ്പോൾ എത്ര പേർ തീരുമാനിക്കും, എനിക്ക് അങ്ങനെയുള്ള ദുശ്ശീലങ്ങൾ വേണ്ട, രഹസ്യ പാപങ്ങൾ വേണ്ട, എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവം പറയുന്നത്, എൻ്റെ കൈകൾ നീണ്ട് നീണ്ട് നീണ്ടു വന്ന് എത്ര ആഴമുള്ള കുഴിക്കകത്താണ് കിടക്കുന്നതെങ്കിലും അതിൽ നിന്നും ഞാൻ നിന്നെ പുറത്തെടുക്കും. നീ ഇറങ്ങിപ്പോയ എല്ലാ കുഴികളിൽ നിന്നും ഞാൻ നിന്നെ പുറത്തെടുത്ത് നേരോടെ ഒരു പാറമേൽ നിർത്തി ഒരു പുതിയ പാട്ട് നമ്മുടെ വായിൽ അവൻ തരും. എന്ന് വെച്ചാൽ ഒരു പുതിയ അധ്യായം നമ്മുടെ ജീവിതത്തിൽ തുറക്കുവാൻ യേശു ശക്തനാണ്. ഹല്ലേലൂയ. ഇനി പറയുന്നു, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ
മനുഷ്യർ അതുവരെ എഴുതിക്കൊണ്ടിരുന്ന ചരിത്രത്തെ യേശു രണ്ടാക്കി തിരിച്ചു. എല്ലാവർക്കും അറിയാം, യേശുവിന് മുൻപുള്ള കാലഘട്ടത്തെ നമുക്ക് BC എന്നാണ് നമ്മൾ വിളിക്കാറ്, ബിഫോർ ക്രൈസ്റ്റ്. എന്നാൽ യേശുവിന് ശേഷമുള്ള കാലഘട്ടത്തെ AD അല്ലെങ്കിൽ അന്നോ ഡൊമിനോ, അതിൻ്റെ ഷോർട്ട് ഫോമായി AD എന്ന് വെച്ചാൽ യേശുവിന് ശേഷമുള്ള കാലഘട്ടം എന്ന് പറയത്തക്ക രീതിയിൽ, ഇൻ ദ ഇയർ ഓഫ് ദ ലോർഡ് എന്ന് പറയത്തക്ക രീതിയിൽ യേശു ചരിത്രത്തെ രണ്ടാക്കി തിരിച്ചവനാണ്. കോളേജിൽ പഠിക്കാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് യേശു, അതോടെ സംഭവിച്ചെന്തെന്നറിയാമോ? എൻ്റെ ചരിത്രം രണ്ടായി പിളർന്നു. എന്ന് വെച്ചാൽ BC എന്നും AD എന്നും എൻ്റെ ജീവിതത്തിലെ ചരിത്രം രണ്ടാക്കി യേശു മാറ്റി. യേശുവിൻ്റെ വരവിന് ശേഷമുള്ള ചരിത്രം വ്യത്യസ്തമാണ്. യേശു എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള BC എന്ന് പറഞ്ഞാൽ അത് ഇരുളടഞ്ഞതായിരുന്നു. പാപത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. നിരാശയിൽ കിടന്ന് അലയുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ യേശു വന്ന ആ നിമിഷം മുതൽ ലൈഫിൽ ചേഞ്ച് വരാൻ തുടങ്ങി. ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും സ്വന്തം ജീവിതത്തെ വെറുക്കുന്നവരാണ്. ഒരവസരം കിട്ടിയാൽ ജീവൻ എടുത്തു കളയണം എന്ന് വരെ ചിന്തിക്കുന്ന പലരുമുണ്ട്. എന്നാൽ യേശു വന്നു കഴിയുമ്പോൾ ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുമയുണ്ടാകും, ഒരു പുതിയ ജീവൻ ഉണ്ടാകും, ഒരു പുതിയ വെളിച്ചമുണ്ടാകും. യേശു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. എൻ്റെ പിന്നാലെ വരുന്നവൻ ഇരുളിൽ ഒരിക്കലും ആയി പോകുകയില്ല. അവർ ജീവൻ്റെ വെളിച്ചം ഉള്ള വ്യക്തികളായി മാറും. ഞാൻ ഈ വാക്കുകൾ സംസാരിക്കുമ്പോൾ കരളിന്, ലിവറിന് പ്രയാസമുള്ള ചില വ്യക്തികൾ ഈ അന്തരീക്ഷത്തിൽ ഇവിടെ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആത്മാവിൽ എനിക്കത് മനസ്സിലാകുന്നു. ഇതിൻ്റെ മധ്യത്തിൽ ചില സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വചന ശുശ്രൂഷയുടെ മധ്യത്തിലും രോഗസൗഖ്യങ്ങൾ നടക്കും. രോഗസൗഖ്യ പ്രാർത്ഥന നടത്തുമ്പോൾ മാത്രമല്ല, വചന ശുശ്രൂഷ നടക്കുമ്പോൾ രോഗസൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. കാരണം 107-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്, അവൻ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, കേൾക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലേക്ക് വചനം ഇറങ്ങുമ്പോഴും സൗഖ്യം നടന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ചുമക്കുവാൻ, ജീവിതത്തിൽ വ്യത്യാസം നൽകാൻ കഴിവുള്ള ഒരുവനേയുള്ളൂ, അവനാണ് യേശു. ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ യേശു മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും കർത്താവ് മാറ്റങ്ങൾ വരുത്തും. ഒരു വാക്യം നമ്മളിവിടെ വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 49-ാമത്തെ വചനം നമുക്ക് ഈ സമയത്ത് വായിച്ചു കേൾക്കാം. ഭൂമിയിൽ തീയിടുവാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ എന്നല്ലാതെ ഞാൻ എന്താണ് ഇച്ഛിക്കേണ്ടത്? മതി. അതോട് ചേർന്ന് തന്നെ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വചനം നമുക്ക് ഈ സമയത്ത് വായിച്ചു കേൾക്കാം. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എനിക്ക് പിന്നാലെ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ യോഗ്യനല്ല. അദ്ദേഹം നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ആദ്യത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന യേശു പറയുകയാണ്, ഐ ഹാവ് കം ടു ബ്രിങ് ഫയർ ഓൺ എർത്ത് ആൻഡ് ഹൗ ഐ വിഷ് ഇറ്റ് വെർ ഓൾറെഡി കിൻഡിൽഡ്. രണ്ടാമത്തേതിൽ പറയുന്നത്, ഒന്നാമത്തേതിൽ ഭൂമിയിലേക്ക് തീ കൊണ്ടുവരാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. രണ്ടാമത്തേതിൽ പറയുന്നത്, സംസാരിക്കുന്നത് യോഹന്നാൻ സ്നാപകനാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എൻ്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ. അന്നത്തെ കാലത്ത് ചെരുപ്പിട്ട ശേഷം ഒരു വാറ് കൊണ്ട്, ഒരു പ്രത്യേക ചരട് കൊണ്ട് അതിനെ കെട്ടുമായിരുന്നു, ഷൂ കെട്ടുന്നത് പോലെ. അതിൻ്റെ വാറൊന്നഴിക്കാൻ, അത് ചുമക്കുവാനോ പോലും എനിക്ക് യോഗ്യതയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഹീ വിൽ ബാപ്റ്റൈസ് യു വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വിത്ത് ഫയർ. ഈ വചനങ്ങൾ പലരും പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. വ്യാഖ്യാനങ്ങൾ പലതുണ്ടായിരിക്കാം. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു സന്ദേശം, അതിനോട് കണക്ട് ചെയ്ത് പറയാനാണ് ഞാൻ പോകുന്നത്. ദീർഘമായ ഒരു സന്ദേശമല്ല, വളരെ ചുരുങ്ങിയ ഒരു സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം.
ആദ്യത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് യേശു പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിലേക്ക് തീ ഇടുവാനായി വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. കുറേ അധികം പേര് പറയുന്നത് യേശുവിൽ വിശ്വസിക്കുന്നത് നിമിത്തമുള്ള പ്രശ്നങ്ങൾ, കഷ്ടതകൾ, അതങ്ങനെ ഒരു തീയാണിത് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഇത് പരിശുദ്ധാത്മാവിൻ്റെ തീയാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ. ആദ്യത്തേതല്ല, ഞാൻ രണ്ടാമത്തേതിലാണ് പിടിക്കുന്നത്. ആദ്യത്തേതും തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. ഭൂമിയിൽ യേശുവിൽ വിശ്വസിക്കുന്ന നിമിത്തം ചില കഷ്ടതകൾ വന്നേക്കാം. കാരണം യേശു പറഞ്ഞു, നിങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടം ഉണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ജയിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഈ ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്നും തീ കൊണ്ടുവന്നുകൊണ്ടാണ്, തീയുമായിട്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ആത്മീയമായ അർത്ഥത്തിൽ ഈ ഭൂമിയിൽ ഒരു വലിയ ആത്മീയ മരവിപ്പ്, തണുപ്പ് ഉണ്ട്. എന്നാൽ സ്വർഗത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി, ആ അഗ്നിയുമായി യേശു ഭൂമിയിലേക്ക് വന്നു. യേശു ഭൂമിയിൽ ശുശ്രൂഷിക്കുന്നതിന് മുൻപുള്ള 400ഓളം വർഷങ്ങൾ ഈ ഭൂമിയിൽ പ്രവാചകന്മാരുണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ വചനം ദുർലഭമായിരുന്നു. 400 വർഷങ്ങൾ, 4 നൂറ്റാണ്ടുകൾ. എന്നാൽ യേശുവിന് തൊട്ടു മുമ്പ് സ്നാപക യോഹന്നാൻ വന്ന് അവന് വഴി ഒരുക്കുകയും അതിൻ്റെ പിന്നാലെ ആത്മാവിൻ്റെ അഗ്നിയോടുകൂടെ നിന്ന് യേശു ശുശ്രൂഷിക്കാൻ തുടങ്ങി. യേശു ശുശ്രൂഷിച്ച സമയത്ത് ഇതുപോലെ ജനക്കൂട്ടങ്ങൾ, അന്നത്തെ കാലത്ത് വലിയ ജനക്കൂട്ടങ്ങൾ കൂടുമായിരുന്നു. യേശു എവിടെയുണ്ടോ അവിടെ ജനക്കൂട്ടമുണ്ട്. ഇവിടെ ഇത്രയും ജനം വന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യേശു ഇവിടെ ഉണ്ടെന്നാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? അതല്ലെങ്കിൽ ഇത്രയും ജനം ഇവിടെ വരികയില്ല. എന്നെ കാണാനല്ല വന്നത്, എനിക്കറിയാം. കാരണം എന്താണ്? ഞാൻ നിങ്ങളുടെ അത്രയും പോലും എനിക്ക് ഗ്ലാമറില്ല. എന്നാൽ യേശുവിന് ഗ്ലാമറുണ്ട്. യേശു അന്ന് എവിടെ ചെന്നാലും, ഒരു നാട്ടിൽ നിന്നും വേറൊരു നാട്ടിലേക്ക് തോണിയിൽ യേശു സഞ്ചരിച്ച് അപ്പുറത്തെത്തിയാൽ ഇവിടെ ഉള്ളതിനേക്കാൾ ജനക്കൂട്ടം അപ്പുറത്ത് വന്നിരിക്കും. ഹല്ലേലൂയ. കാരണം യേശുവിൻ്റെ അടുക്കൽ വന്ന എല്ലാവർക്കും സൗഖ്യം കിട്ടി, വിടുതലുകൾ കിട്ടി. ചിലർ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അത്ഭുതങ്ങൾ അവർ കണ്ടു. യേശു ഒരു മജീഷ്യൻ അല്ല, യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. ഞാനൊരു കാര്യം പറയട്ടെ, എത്ര ബാങ്ക് ലോൺ എടുത്താലും തീരാത്ത പ്രശ്നങ്ങൾ, എത്ര വലിയ സർജറി നടത്തിയാലും തീരാത്ത രോഗങ്ങൾ, എത്ര പേർ കൗൺസിലിംഗ് കൊടുത്താലും ഉപദേശിച്ചാലും നേരെയാകാത്ത ചില മക്കൾ അല്ലെങ്കിൽ മരുമക്കൾ, ഇവരെയൊക്കെ ശരിയാക്കാൻ യേശു ഒന്ന് തൊട്ടാൽ മതി. അതിനു വേണ്ടി അവനെ സ്തുതിക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്താൽ മതി. ആ അന്തരീക്ഷത്തിൽ യേശുവിൻ്റെ സ്പർശനം നടക്കും. എന്ന് മാത്രമല്ല, സ്തുതികൾ കൊണ്ടുള്ളൊരു സിംഹാസനം പണിതാൽ ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവം, അഥവാ ഇസ്രായേലിൻ്റെ സ്തുതികൾ കൊണ്ടൊരു സിംഹാസനം ഉണ്ടാക്കിയാൽ അതിൽ വന്ന് ഇരുന്ന് വാണരുള്ളുന്നൊരു ദൈവമുണ്ടെങ്കിൽ, ഇത്രയും ദൈവമക്കൾ കൈകളെ ഉയർത്തി സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്തുതികൾ കൊണ്ടൊരു വലിയ സിംഹാസനം പണിയപ്പെടുമ്പോൾ അതിൻ്റെ മേൽ ദൈവം വന്ന് എഴുന്നള്ളി ഇരിക്കും. അപ്പോൾ അവിടെ വിടുതലുകൾ നടക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. യേശു ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടെന്ന് കേട്ടാൽ ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും യേശുവിന് ചുറ്റും കൂടും. കാരണം എന്താ? അവനിലാണ് വിടുതലുള്ളത്. യേശുവാണ് വഴി, യേശുവാണ് സത്യം, യേശുവാണ് ജീവൻ. ഇത് മനസ്സിലാക്കിയ വ്യക്തികൾ നാട്ടിൻ പുറങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും ദൂരസ്ഥലങ്ങളിൽ നിന്നും എല്ലാം യേശുവിൻ്റെ അടുക്കൽ വന്നു. ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ. അങ്ങനെ യേശുവിൻ്റെ അടുക്കൽ വന്ന എല്ലാവർക്കും അനുഭവങ്ങളുണ്ടായി. ചുമ്മാ പ്രഭാഷണങ്ങൾ കേട്ട് മടങ്ങിപ്പോവുകയല്ല ചെയ്തത്, അവർക്കെല്ലാം അനുഭവങ്ങൾ ഉണ്ടായി. എബ്രായ ലേഖനം 13:8 പറയുന്നത്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റം ഇല്ലാത്തവനാണ്.
എന്ന് വെച്ചാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ജനങ്ങളുടെ ഭാരങ്ങൾ എടുത്തു മാറ്റി, രോഗങ്ങൾ എടുത്തു മാറ്റി, അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അതേ യേശു 2000 വർഷങ്ങൾ കഴിഞ്ഞു 2013 ആണ്ടിൽ ഏപ്രിൽ മാസം 13 ഇവിടെ നിൽക്കുമ്പോഴും യേശുവിന് ഒരു മാറ്റവുമില്ല. അതേ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ അവൻ്റെ കരങ്ങൾക്ക് ഇന്നും ശക്തിയുണ്ട്, അവനിന്നും സ്നേഹമുണ്ട്, അവനിന്നും മനസ്സുണ്ട്. ഒരു മാറ്റവും യേശുവിന് വന്നിട്ടില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നതിനേക്കാൾ എനിക്ക് 1 വയസ്സ് പ്രായം കൂടി, നിങ്ങൾക്കും കൂടി 1 വയസ്സ്. പ്രായം കൂടുന്തോറും ലക്ഷണങ്ങൾക്കൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. എന്നാൽ യേശുവിന് അതില്ലെന്ന്. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റം ഇല്ലാത്തവൻ ആകുന്നു. ഏത് തലമുറയിലുള്ളവർക്കും യേശുവിൽ വിശ്വസിക്കാം. അവൻ ഒരു മാറ്റവും വന്നിട്ടില്ല. അവൻ്റെ മനസ്സ് മാറിയിട്ടില്ല, ശക്തിക്ക് കുറവുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും തൊടാനും സ്പർശിക്കാനും ഒരു അനുഭവത്തോടെ പോകാനും കർത്താവ് ഇടയാക്കാൻ പോകുകയാണ്. അനേക വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊച്ചു ബാലനായിരുന്ന സമയത്ത് ഞാൻ ആദ്യമായി പങ്കെടുത്ത പ്രാർത്ഥനാ യോഗത്തിൽ ആയിരക്കണക്കിന് പേർ തിങ്ങിക്കൂടിയിരിക്കുമ്പോൾ അതിന് മധ്യത്തിൽ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. അതിൻ്റെ അർത്ഥം ഇത്രയും പേർ ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഇതിന് മധ്യത്തിൽ ആര് പ്രാർത്ഥിച്ചാലും, ഒരു കൊച്ചു പ്രാർത്ഥനയാണെങ്കിൽ പോലും അത് യേശു കേൾക്കുന്നുണ്ട്. കാരണം യേശു സർവജ്ഞാനിയാണ്, അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ. ആ യേശുവിനെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ജീവിതം രക്ഷപ്പെട്ടു. ആ യേശുവിന് വേണ്ടി ജീവിതം ഒന്ന് സമർപ്പിച്ചാൽ മതി, ഗതി പിടിക്കാൻ തുടങ്ങും അവിടെ മുതൽ. ഇതെങ്ങനെ മനസ്സിലായി? അതെൻ്റെ അനുഭവമാണ്, പറഞ്ഞു കേട്ടതല്ല, വായിച്ചറിഞ്ഞതല്ല. എൻ്റെ ജീവിതത്തിൽ പതിറ്റാണ്ടുകൾ യേശുവിനോടുകൂടെ നടന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ വിളിച്ചു പറയുന്നത്, ദൈവത്തിൽ വിശ്വസിച്ചാൽ നിരാശപ്പെടേണ്ടി വരികയില്ല. കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾക്ക് പോലും നാളുകളിൽ നീ മറുപടി സ്വീകരിച്ചു കൊണ്ടിരിക്കും. ഈ സമയത്ത് വിശ്വാസത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ദൈവത്തിൻ്റെ യേശുവിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തികൾ ഉണ്ടാകട്ടെ. വലിയ രോഗങ്ങളും ചെറിയ രോഗങ്ങളും ഒരുപോലെ സൗഖ്യമാകട്ടെ. പ്രശ്നങ്ങൾക്ക് വിടുതലുണ്ടാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. കർത്താവെ, ദൈവിക രോഗസൗഖ്യം എല്ലാ ശരീരങ്ങളിലും ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. ഓരോ ജോയിൻറ്റിനും പെയിനുള്ളൊരു വ്യക്തിയെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു. അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ചില വ്യക്തികളിൽ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരീരത്തിലൂടെ ഒരു ഷിവറിങ് പോലെ നിങ്ങൾക്ക് തോന്നും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ ഡിവൈൻ ഹീലിംഗ് പവർ ഇപ്പോൾ ശരീരങ്ങളിൽ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം. നട്ടെല്ലാം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നൊരു വ്യക്തി, ആ വ്യക്തിയെ കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു. അതുപോലെ മൂക്കിൻ്റെ അകത്ത് മാംസം വളർന്ന് ശ്വാസത്തിന് തടസ്സമുള്ള ചില വ്യക്തികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ശരീരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വലിയ കുരുക്കൾ പോലെ പൊങ്ങി ഭയങ്കര വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കാലുകളിലെ അസ്ഥികളിൽ പ്രയാസമുള്ളവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓവറിയിൽ സിസ്റ്റുള്ള ചില വ്യക്തികളെ സൗഖ്യമാക്കുന്നു. പൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക രോഗസൗഖ്യം വിശ്വസിക്കുന്നവരിലേക്ക് ഇപ്പോൾ പ്രവഹിക്കട്ടെ. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. കർത്താവെ, എല്ലാവരെയും കൈനീട്ടി അങ്ങ് തൊട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഈ ആഴ്ചയിലെ അവസാനത്തെ പ്രോഗ്രാം നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുകയാണ്. അത് കാണാൻ മറക്കരുത്. തീർച്ചയായും കാണണം. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോട്ട്സ് കുറിച്ചെടുക്കണം. ആ നോട്ട്സ് സൂക്ഷിച്ചു വയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് അത് വായിക്കണം. ദൈവവചനം ധ്യാനിക്കണം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. See you tomorrow. God bless you. Bye-bye.
ഇന്നത്തെ ബൈബിൾ ആൻഡ് യുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം, നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്തു ചെയ്യണം എന്നാണ് യേശു പ്രമാണിയോട് പറഞ്ഞത്. വാട്ട് ഡിഡ് ജീസസ് ടെൽ ദി റിച്ച് റൂളർ ടു ഡു ടു ഇൻഹെറിറ്റ് ഇറ്റേണൽ ലൈഫ്? ഓപ്ഷൻ എ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. ബി, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽക്കുക. സി, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക. ഡി, എന്നെ അനുഗമിക്കുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവർക്ക് ഓയം ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222111 0484 4222111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.